ഗുഡ് ഈവനിങ് ഗൈസ്, ഷാനു ഹിയർ ഫ്രം 7 സ്റ്റാർ എഫക്ട്സ്. ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക്കിനെ കുറിച്ചാണ്. എന്താണ് ഫോറക്സ് ട്രേഡിംഗ്? ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ നോക്കിയാലും ആൾക്കാർ ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്നത് കാണാം. ഒരു ഫോണിലൂടെ ഒരു പാസീവ് ഇൻകം, അതാണ് ഫോറക്സ് ട്രേഡിംഗ്. ആൾക്കാരെല്ലാം ഇപ്പോൾ അവെയറാണ്. എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, എങ്ങനെ ട്രേഡ് ചെയ്യണം, ആൾക്കാരെല്ലാം ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നു, നോളജബിൾ ആവുന്നു, കൂടുതൽ ആൾക്കാർ ട്രേഡിങ്ങിലേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും ആഗ്രഹമുണ്ടാവും ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സോ പ്ലീസ് അസോസിയേറ്റ് വിത്ത് 7 സ്റ്റാർ എഫക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഓഫ് ഫോറക്സ്. ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. 7 സ്റ്റാർ എഫക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിലുണ്ട്. ട്രസ്റ്റ് പൈലറ്റിൽ നമ്മുടെ റേറ്റിംഗ് 4.8 ഔട്ട് ഓഫ് 5. 20 വർഷമായി മാർക്കറ്റിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഗൂഗിൾ റിവ്യൂസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല റിവ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇതുവരെയും കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. ഇൻസ്റ്റൻറ്റ് വിഡ്രോവൽ, ഇൻസ്റ്റൻറ്റ് സർവീസ്, ഇതെല്ലാമാണ് കമ്പനി നിങ്ങൾക്കായി ഫീച്ചർ ചെയ്യുന്നത്. തുടർന്ന് ഫോറക്സ് ബേസിക്കിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. ഗുഡ് ഈവനിങ് എവറി വൺ. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക് വെബിനാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനു. 7 സ്റ്റാർ എഫക്ട്സ് ഫോറക്സ് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 20 വർഷമായിട്ട് നമ്മൾ മാർക്കറ്റിലുണ്ട്. നമ്മുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ട്രസ്റ്റ് പൈലറ്റിൽ 4.8 റേറ്റിംഗ് ഔട്ട് ഓഫ് 5. 20 വർഷങ്ങളിൽ നമുക്ക് ഒരു കംപ്ലയിൻസ് പോലും വന്നിട്ടില്ല. എന്താണ് ഫോറക്സ്? ഫോറക്സിനെ കുറിച്ചുള്ള മേജർ ബേസിക് ഡീറ്റെയിൽസാണ് ഇന്നത്തെ വെബിനാറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും ഫിസിക്കൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന കറൻസികൾ. അതായത് നമ്മൾ കറൻസി എക്സ്ചേഞ്ചുകളിൽ ചെന്നിട്ടാണ് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് പണം അയക്കുന്നത്. അത് തന്നെ നമ്മളൊരു ചാർട്ടിൽ ചെയ്യുന്നതിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഫോറക്സ് മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. 6.6 ട്രില്യൺ ട്രേഡും ആണ് ഒരു ദിവസം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഫോറക്സ് ഇഷ്ടപ്പെടുന്നത്? ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ പ്രത്യേകതകൾ: നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. എനിവേർ, നമുക്കിപ്പോൾ ഒരു ഹോളിഡേ ഇൻ ഹോമിൽ, ഒരു ബീച്ച് സൈഡിൽ, ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിട്ടിരുന്ന് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ടൈം ഫ്ലെക്സിബിലിറ്റി: ഈ മാർക്കറ്റ് 24 അവേഴ്സാണ്. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഈസിയസ്റ്റ് ആക്സസ്: ഒരു കമ്പ്യൂട്ടറോ ഒരു ഫോണോ ഉണ്ടെങ്കിൽ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റും. നോ ക്രൈസിസ്: അതായത് കഴിഞ്ഞ പാൻഡമിക് സിറ്റുവേഷനിൽ, കോവിഡ് സിറ്റുവേഷനിലും ഫോറക്സ് മാർക്കറ്റ് മുകളിലേക്കാണ് പോയത്. അതിനർത്ഥം ഇനി എന്ത് ക്രൈസിസ് വന്നാലും ഈ മാർക്കറ്റ് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകും. ആരൊക്കെയാണ് ഫോറക്സ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ്? ട്രേഡേഴ്സ്, റീറ്റെയിൽ ട്രേഡേഴ്സ്, ഇൻഡിവിജ്വലി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്, ഇതിൽ ഫണ്ട് ഇറക്കുന്ന ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. കോർപ്പറേറ്റ്സ്, സെൻട്രൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഗവൺമെൻറ്റ്സ്. ഇവരെല്ലാമാണ് ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ. കറൻസി മാർക്കറ്റ്: ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കറൻസിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ട്രേഡിനെയാണ് കറൻസി ട്രേഡ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് നമ്മൾ ഈ സ്ലൈഡിൽ കാണാം. ഇന്ത്യൻ മാർക്കറ്റ്, UK മാർക്കറ്റ്, NYSE മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്. അതിൻ്റെ എത്രത്തോളം ബില്യൺ ട്രേഡുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കറൻസി മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മേജർ കറൻസി പെയർസാണ് ട്രേഡ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഇല്ല. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഫോറക്സ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആനുവൽ ചാർജസ് ഇല്ല. ബ്രോക്കറേജ് ചാർജസ് വരുന്നില്ല. നോ എക്സ്പയറി ഓഫ് ഓപ്പൺ ട്രേഡ്സ്. നമുക്കൊരു ട്രേഡ് എടുത്ത് വെച്ചാൽ അത് നമുക്ക് പ്രോഫിറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ക്ലോസ് ചെയ്താൽ മതി. അതാണ് എക്സ്പയറി ഇല്ല എന്ന് പറയുന്നത്. നോ മാർജിൻ കോൾസ്, നോ ഫിക്സ് ലോട്ട് സൈസ്. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. ഏത് ലോട്ട് സൈസിൽ വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. ഹൈ വോൾട്ടാലിറ്റി ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിലെ വോൾട്ടാലിറ്റി അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം. മാർക്കറ്റ് മുകളിലേക്ക് പോകണമെങ്കിൽ ബൈ എടുക്കാം, മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ സെല്ല് ചെയ്യാം. ഈ
ട്രേഡിംഗ് എല്ലാം നമുക്ക് ഒരു ഡെമോ അക്കൗണ്ട് വഴി തുടങ്ങി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ട്രേഡർ ആയതിനു ശേഷം മാത്രം, പ്രോഫിറ്റബിൾ ട്രേഡ്സ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ നോർമൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. കറൻസി ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. വേൾഡിലെ ലാർജസ്റ്റ് മാർക്കറ്റാണെന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ട്രേഡ് നടക്കണതെന്ന്. ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കൺട്രിയുടെ കറൻസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു, ട്രേഡ് ചെയ്യപ്പെടുന്നു. ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്? ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. ഇതിൽ നമുക്ക് ചില ബാങ്കുകളുടെ പേര് കാണാം. HSBC, JP Morgan, RBC, സിറ്റി ബാങ്ക്, ഡൂയിഷ് ബാങ്ക്. ഇവരെല്ലാമാണ് ഇതിനു വേണ്ടിയുള്ള ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഷൻസ് ആണ്. ഏതെല്ലാം ടൈമിലാണ് ഈ മാർക്കറ്റ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്? ഞാൻ പറഞ്ഞു 24 hours മാർക്കറ്റാണ്. അതിൽ പല മാർക്കറ്റുകളുടെ ടൈമിംഗ് ആണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ടൈമാണ്. ദുബായ് ടൈമിലേക്ക് നമുക്കിത് കൺവേർട്ട് ചെയ്ത് നോക്കാം. പസഫിക് സെഷൻ 2:30 AM ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4:30 AM ആകുമ്പോൾ ടോക്കിയോ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. 6:30 ന്യൂയോർക്ക് സെഷൻ, 1:30 ലണ്ടൻ സെഷൻ. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെൻറ്റ് സെഷൻസ് കാണുന്നുണ്ട്. 24 hours മാർക്കറ്റിൽ ഏത് ടൈമാണ് ബെസ്റ്റ് ടൈം ട്രേഡ് ചെയ്യാനുള്ള? ഇതിൽ കാണിച്ചിരിക്കുന്നത് 9 മണി, 9:10 ഈ സമയങ്ങളിൽ ബെസ്റ്റ് ടൈമാണ് ട്രേഡ് എടുക്കാൻ. അപ്പോൾ ലണ്ടൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. മാർക്കറ്റിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ഫോറക്സിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ടൈമിലാണ് നമ്മുടെ ട്രേഡുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പ്രോഫിറ്റബിൾ ആവാൻ. കറൻസി പെയർസ് ഫോറക്സ് മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻ്റാണ് കറൻസി പെയർസ്. ഫോർ എക്സാമ്പിൾ ഇതിൽ നമ്മൾ യൂറോ കാണിച്ചിട്ടുണ്ട്. യൂറോ USD ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു കറൻസി പെയർസാണ്. അതിൽ യൂറോ ആണ് ബേസ് കറൻസി, USD ആണ് കോട്ട് കറൻസി. അപ്പോൾ യൂറോ USDക്കെതിരെ ട്രേഡ് ചെയ്യുന്നു. അതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ചില മേജർ കറൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോ USD, GBP USD, USD ജപ്പാൻ, AUD USD, USD CHF, USD CAD. ഇത് ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കറൻസി പെയർസ് USDക്കെതിരെ ട്രേഡ് ചെയ്യുന്നതാണ്. യൂറോപ്പ് കാണാം, ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് കാണാം, നമുക്ക് ഓസ്ട്രേലിയൻ കറൻസി കാണാം, കനേഡിയൻ കറൻസി കാണാം. ഇത് ഒരു ബിഗിനറിന് ഫോറക്സിൽ ട്രേഡ് ചെയ്ത് തുടങ്ങാൻ ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റാണ് കറൻസി പെയർസ്. കറൻസി പെയർസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ 3 സെക്ഷൻസ് ഉണ്ട്. മേജർ കറൻസി പെയർസ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി. യൂറോ USD, USD JPY, GBP USD. മൈനർ പെയർസ്, വളരെ കുറച്ച് ട്രേഡുകൾ നടക്കുന്ന ചില കറൻസി പെയർസ്. യൂറോ GBP, AUD JPY. എക്സോട്ടിക് പെയർസ്, ഏറ്റവും കൂടുതൽ ഹയർ റിസ്ക്കും ഹയർ റിവാർഡും കിട്ടുന്ന കറൻസി പെയർസ്. USD TRY, യൂറോ TRY. TRY എന്ന് പറയുമ്പോൾ ടർക്കിയാണത് കറൻസി. ഇനി ഫോറക്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ ഇത്രയും നേരം കറൻസിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതൊരു സെക്ഷൻ മാത്രമാണ്. കറൻസിയുടെ ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തതാണ് ഗ്ലോബൽ ഇൻഡൈസസ്. ഫ്യൂച്ചേഴ്സ് നമുക്കതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. S&P 500, ഡോ ജോൺസ്, പല മേജർ കൺട്രീസിൻ്റെ ഫ്യൂച്ചേഴ്സാണ് ഗ്ലോബൽ ഇൻഡൈസസിൽ വരുന്നത്. ദെൻ കംസ് മെറ്റൽസ്, ഗോൾഡെല്ലാം ഇതിലാണ് വരുന്നത്. കമോഡിറ്റീസ്, സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ലോങ് ടേമിലേക്ക് നമ്മൾ മേടിച്ചു വെക്കുന്ന സ്റ്റോക്സ്. US മാർക്കറ്റിലെ മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ടെസ്ല തുടങ്ങിയ സ്റ്റോക്കുകൾ നമ്മൾക്ക് മേടിച്ച് ലോങ് ടേമിലേക്ക് വേണ്ടി നമുക്ക് സൂക്ഷിക്കാം. അടുത്തത് വരുന്നത് ക്രിപ്റ്റോ കറൻസീസ്. ഇതിനകത്താണ് ഈ കോയിൻസ് വരുന്നത്. ബിറ്റ് കോയിൻസ്, ലിത്തേരിയം തുടങ്ങിയ കോയിൻസ് എല്ലാം നമുക്ക് ക്രിപ്റ്റോ കറൻസീസിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് ഫോറക്സിനകത്ത് ട്രേഡ് ചെയ്യാൻ. കറൻസീസ് മാത്രമല്ല, ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സിനകത്ത് നമുക്ക് ഏതാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് അതാണ് നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൽ മാസ്റ്റർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ട്രേഡുകൾ ഇതിൽ എക്സിക്യൂട്ട് ആവുന്നത്? ബൈയിങ്, സെല്ലിങ് എന്ന് പറയുന്ന 2 പ്രോസസ്സാണ് ഇതിൽ നടക്കുന്നത്. ബൈ എന്ന് പറയുമ്പോൾ ലോങ് പൊസിഷൻ, ഒരു ഇൻഡൈസസ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചാർട്ട് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ബുള്ളിഷ് ട്രെൻഡാണത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്.
അതേപോലെ തന്നെ മാർക്കറ്റ് വീക്കാണെങ്കിൽ, മാർക്കറ്റ് സെൻറ്റിമെൻ്റ് അനുസരിച്ച് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നതെങ്കിൽ, ഫോൾ ആണെങ്കിൽ നമ്മൾ ഷോർട്ടാണ് ചെയ്യേണ്ടത്, സെല്ലാണ് ചെയ്യുന്നത്. അതാണ് രണ്ട് ട്രെൻഡുകൾ, ബുള്ളിഷ് ട്രെൻഡ് ആൻഡ് ബീറിഷ് ട്രെൻഡ്. നമ്മുടെ ഇന്നത്തെ വെബിനാറിൻ്റെ സെഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ MT4 പ്ലാറ്റ്ഫോമാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് സെഷനാണ്. ഇനി വരുന്ന ഫർദർ സെഷനിൽ നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് MT4 യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നതാണ്. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമായ MT4. ഇതിൽ നിങ്ങൾക്ക് വിവിധ ഇൻസ്ട്രുമെൻറ്റ്സ് കാണാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കറൻസി പെയർസ് കാണാം, XAUSD ഗോൾഡ് കാണാം, കമ്മോഡിറ്റീസ് എല്ലാം ഇതിനകത്താണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിനായിട്ട് ഞാൻ ഇവിടെ എങ്ങനെയാണ് ഒരു കറൻസി പെയർ ബൈ ചെയ്യേണ്ടത് എന്ന് കാണിക്കാം. ഫോർ എക്സാമ്പിൾ EURUSD. അതിൽ നമ്മളിപ്പോൾ ബൈ ഓർഡർ കൊടുക്കുകയാണ്. ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുക. ഇതാണ് അതിൻ്റെ ബൈ ഓർഡർ സിഗ്നൽ. സെൽ ബൈ മാർക്കറ്റ്, ബൈ മാർക്കറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും, ടേക്ക് പ്രോഫിറ്റ് വെക്കാൻ പറ്റും. നമുക്ക് എത്ര ലോട്ടാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ബൈ മാർക്കറ്റ് കൊടുക്കാം. മാർക്കറ്റ് മുകളിലേക്കാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റും അനാലിസിസും മനസ്സിലായതിനു ശേഷം ഒരു ബൈ ഓർഡർ കൊടുക്കാം. ഇങ്ങനെയാണ് ട്രേഡുകൾ ഇതിൽ എടുക്കുന്നത്. വരും ദിവസങ്ങളിൽ MT4നെ കുറിച്ചുള്ള കൂടുതൽ വിശദീകരണവും പഠനങ്ങളും നമ്മുടെ സെഷൻസിലുണ്ടാവും. സോ കീപ്പ് ഇൻ ടച്ച് വിത്ത് 7 Star FX. കൂടാതെ ഇതിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 Star FX ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഫോറക്സ് ബേസിക്കിനുള്ള കുറിച്ചുള്ള പ്രസൻറ്റേഷൻ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഫോറക്സ് ബേസിക് പഠിക്കുന്നതും നമ്മൾ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും. വിവിധ തരം കമ്മോഡിറ്റീസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, കറൻസി പെയർസ് ഇതെല്ലാം നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് ഫോറക്സിൽ മെയിനായി ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്? ഗോൾഡ്, കമ്മോഡിറ്റിയിൽ വരുന്നതാണ് ഗോൾഡ്. കൂടുതൽ ആൾക്കാരും ഗോൾഡിലാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതിൽ മൂവ്മെൻറ്റ് കൂടുതലാണ്. പിന്നെ വരുന്നത് കറൻസി പെയർസ്. ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കൺട്രിക്ക് നേരെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതാണ് കറൻസി പെയർസിൽ വരുന്ന ട്രേഡ്. അത് നേരെ നമ്മൾ ഫിസിക്കലി ചെയ്യുകയാണെങ്കിൽ എക്സ്ചേഞ്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു കൺട്രിയിൽ നിന്നും മറ്റൊരു കൺട്രിയിലേക്ക് അയക്കാൻ. അത് തന്നെ നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ കറൻസി പെയർസായിട്ട് ചെയ്യുന്നു. ഒരു ഫോറക്സ് ട്രേഡർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം സ്വന്തമായി ട്രേഡ് ചെയ്യാം. സ്വന്തമായി ട്രേഡ് ചെയ്യുന്നത് കൂടാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റൊരു ട്രേഡർ നിങ്ങൾക്കായി ട്രേഡ് ചെയ്യുന്നു. ഇതിനെയാണ് PAM സിസ്റ്റം എന്ന് പറയുന്നത്, പെർസെൻറ്റേജ് അലോക്കേഷൻ മണി മാനേജ്മെൻറ്റ്. ഒരു പ്രൊഫഷണൽ ട്രേഡറിൻ്റെ കീഴിൽ നിങ്ങളുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യും. അലോക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പുള്ളിയുടെ ട്രേഡുകൾ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിവിധ ട്രേഡറിൽ നിന്ന് ബെസ്റ്റ് ട്രേഡറിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ട്രേഡർ നമുക്ക് ചെയ്തു തരുന്നതിന് നമ്മളുടെ പ്രോഫിറ്റിൽ നിന്നൊരു പെർസെൻറ്റേജ് പുള്ളിക്ക് കൊടുക്കുന്നു. പല ട്രേഡേഴ്സ് പല പെർസെൻറ്റേജാണ് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അവരുടെ ട്രേഡിംഗ്, FX ബുക്സ്, ലാഭങ്ങൾ, നഷ്ടങ്ങൾ ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ട്രേഡറിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഒരു മാസത്തേക്കാണ് ആ സർക്കിൾ വരുന്നത്. 2, കോപ്പി ട്രേഡിംഗ്. എന്താണ് കോപ്പി ട്രേഡിംഗ്? നിങ്ങൾക്ക് ടൈമില്ല ട്രേഡ് ചെയ്യാൻ എങ്കിൽ നിങ്ങൾക്ക് കോപ്പി ട്രേഡിംഗ് ചെയ്യാം. നിങ്ങളുടെ ട്രേഡുകൾ ഇതുപോലത്തെ ഒരു പ്രൊഫഷണൽ ട്രേഡറിൻ്റെ സക്സസ്ഫുൾ ട്രേഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതാണ് കോപ്പി ട്രേഡിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 രീതിയിൽ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് സ്വയം ട്രേഡ് ചെയ്യാം. 2, ഇതുപോലെ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കോപ്പി ട്രേഡിംഗ് അല്ലെങ്കിൽ പാം ട്രേഡിംഗ് ചെയ്യാം. ഇനി എന്താണ് 7 Star FX? എന്തുകൊണ്ട് 7 Star FXനെ ചൂസ് ചെയ്യണം? 7 Star FXൽ നിന്ന് നമ്മൾ നൽകുന്ന യുണീക്ക് 2 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന്, ഇതുപോലത്തെ വെബിനാർ കൊടുക്കുന്നു. ഫോറക്സിനെ കുറിച്ച് ഒന്നും അറിയാത്തവർ ഫോറക്സ് നമ്മൾ പഠിപ്പിക്കുന്നു, പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കുന്നു, അവരുടെ ട്രേഡ്സ് പ്രോഫിറ്റ് ആക്കുന്നു. നമ്മൾ ഇത് പഠിച്ചാലാണ് നമുക്ക് മുന്നോട്ട് പോയി ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. എല്ലാ ആഴ്ചകളിലും 2 വെബിനാർ കൊടുക്കുന്നുണ്ട്. എല്ലാവിധ ലാംഗ്വേജിലും, മലയാളം, ഇന്ത്യയിലെ മറ്റ് ലാംഗ്വേജുകൾ, അറബിക്, എല്ലാ നാഷണാലിറ്റീസിലെ ലാംഗ്വേജിലും നമ്മൾ ട്രേഡ് കൊടുക്കുന്നുണ്ട്. ആർക്കും ഇതിൽ വന്ന് പഠിക്കാം. ഫോറക്സിൻ ബേസിക് എന്താണെന്ന് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുക്കുന്ന അടുത്ത സർവീസാണ് മാർക്കറ്റ് ഡെയിലി ഔട്ട്ലുക്ക്.
ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്, ഫണ്ടമെൻ്റൽസ് എന്താണ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോ എന്താണ്, എങ്ങനെ ട്രേഡുകൾ എക്സിക്യൂട്ട് ആവും. ഓരോ ചാർട്ടുകളിലും നിങ്ങൾക്ക് പിവറ്റ് പോയിൻ്റ്, റെസിസ്റ്റൻസ്, സപ്പോർട്ട് ഇതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ട് ആ ട്രേഡ് എടുക്കണം. ഇത് തന്നെ നമ്മൾ എല്ലാ കറൻസി പേഴ്സിൻ്റെ ചാർട്ടുകളും ഉണ്ട്, ഗോൾഡിൻ്റെ ഉണ്ട്, ഇൻഡൈസസിൻ്റെ ഉണ്ട്, ക്രിപ്റ്റോ കറൻസീസിൻ്റെ ഉണ്ട്. ഇതെല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. സോ ആസ് ഐ സെഡ്, 2 യൂണിക് ഫീച്ചേഴ്സാണ് 7 സ്റ്റാർ കൊടുക്കുന്നത്: വെബിനാർസ്, മാർക്കറ്റ് ഔട്ട്ലുക്ക്. ഇത് രണ്ടും നിങ്ങളുടെ ട്രേഡിനെ സക്സസ്ഫുൾ ട്രേഡാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, 7 സ്റ്റാർ എഫക്സുമായി കണക്ട് ചെയ്യുക. അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ ആൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. എത്രയും വേഗം നിങ്ങൾക്ക് ഒരു ഫോറക്സ് ട്രേഡർ ആവാം, സക്സസ്ഫുൾ ട്രേഡറായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്.